Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. ഇത് ലെയർ ചപ്പാത്തി, പൊറോട്ട ചപ്പാത്തി എന്നൊക്കെ പറയും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. അതിനെടുത്തേക്കുന്നത് ഞാൻ അരക്കപ്പ് വെള്ളമാണ്, ഗോതമ്പ് പൊടി, ഉപ്പ്, പിന്നെ ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ പിന്നെ ഡാൽഡ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് കുഴയ്ക്കുമ്പോൾ കയ്യിൽ അധികം മാവ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഓയിൽ ഒഴിക്കുമ്പോൾ ഉപ്പ് അലിയിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് അലിയാൻ ഇച്ചിരി പാടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവ് ഞാൻ പറയാം കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഓരോ ഗോതമ്പ് പൊടി ഓരോ ടൈപ്പായിരിക്കും നമുക്ക്. അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ എത്ര പൊടി ഇടുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ആദ്യം കുറച്ച് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാൻ സാധാരണ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കൽ. സാധാരണ എല്ലാവരും പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതത്ര വലിയ വശമില്ല. എൻ്റെ മമ്മിയൊക്കെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക. അപ്പോൾ ഞാനത് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചധികം പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങനെ കുഴച്ച് കിട്ടാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയും കൂടെ പൊടി എടുക്കാം. പരത്താൻ പറ്റുന്ന പരുവം ആകുന്ന വരെ നമ്മളിതിൻ്റെ അകത്ത് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കണ പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടിയാണ് ചേർത്തേക്കണത്. കറക്റ്റ് 1 കപ്പ് തന്നെയായിരുന്നു. എക്സ്ട്രാ പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കണം കേട്ടോ. ഇതുപോലെ പരത്തേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക. പറയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ അപ്പോൾ അത് നമ്മൾ സ്പീഡിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ലതായിട്ട് മയം വരും. അപ്പോൾ ഇങ്ങനെ പരത്തിയ സാധനത്തിന് ഒന്ന് ഇതിന് ഇങ്ങോട്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് പരത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്തതൊന്ന് ഇങ്ങോട്ട് മടക്കുക. അല്ലാണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ചില ആൾക്കാരൊക്കെ അങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ തന്നെ ഇതിന് നല്ല മയം വരും. ഇത് കണക്കെ വേണം കുഴയ്ക്കാനായിട്ട്. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ബോളാക്കി വെക്കാം. കയ്യിലേക്ക് കുറച്ച് ഓയിൽ എടുക്കണേന്. കയ്യിലിങ്ങനെ പറ്റാവുന്ന രീതിയിൽ മാത്രം ഓയിൽ മതി. അത് ഈ ബോളിൻ്റെ പുറത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഈ എണ്ണ തേക്കുന്നത് ഒന്ന് മാവ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക്, 5 അല്ലെങ്കിൽ 10 അത്രയും മതി കേട്ടോ. അത്ര നേരത്തേക്ക് 5 തന്നെ മതി ഇത് വെക്കാനായിട്ട്. കുറച്ച് സമയം വെച്ചേക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിക്ക് നല്ല മയം ഉണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയത് കണ്ടോ, നല്ല പഞ്ഞി പോലെയായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ എണ്ണ പുറത്ത് തേച്ച് വെക്കുമ്പോൾ മാവ് നല്ല മയം വരും കേട്ടോ. ഇനി ഇത് നമുക്കിങ്ങനെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ നീട്ടിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഷേപ്പ് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിനെ ഓരോരോ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം.
ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ചപ്പാത്തി ഉണ്ടാക്കൽ, ഒരുപാട് വലിയതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറില്ല. അപ്പോൾ നമുക്ക് എത്ര ചപ്പാത്തിയുടെ വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും മാവ് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ബോളാക്കാത്. അപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളം വെച്ചിട്ട് ഞാൻ 9 ഉണ്ടയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് വലിയ ചപ്പാത്തി ഒന്നും അരിക്കത്തില്ല, ചെറിയ ചപ്പാത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഒരു തുണി വിരിച്ചു കൊടുക്കണേണ്. എന്നിട്ട് എൻ്റെ മുകളിലേക്ക് ചപ്പാത്തി പലക വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ തുണി വിരിച്ചിട്ട് ചപ്പാത്തി പലക വെക്കുകയാണെന്നുണ്ടെങ്കിൽ തെന്നി പോകത്തില്ല നമ്മൾ പരത്തുമ്പോഴേക്ക്. ഇനി ഞാൻ പരത്താൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്ക് മുക്കി പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഞാൻ വേറൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നിരത്തി വെക്കുക. അതുപോലെ കുറച്ച് എണ്ണ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. ഇപ്പോൾ ഈ എണ്ണ നമുക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ആദ്യമേ നമുക്ക് ഈ ബോളൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഇതിനെ നമ്മുടെ ഈ പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുക. 2 വശം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് മുക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇത് പലകയിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പരത്തിയതിന് ശേഷം ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് തൂത്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം തേച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ കോണായിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ എണ്ണ തേക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് തൂക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് പൊടിയിൽ മുക്കിയെടുക്കാം. പൊടിയിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഒരുപാട് അങ്ങ് കനം കുറഞ്ഞ് പോകണ്ട. അപ്പോൾ നമ്മൾ മറ്റേ സാധാ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ, അന്നേരം അങ്ങനെ അതുപോലെ കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് സ്പെഷ്യൽ ചപ്പാത്തി എന്ന് പറയും, പക്ഷേ എനിക്കിത് സ്പെഷ്യൽ ചപ്പാത്തി ഒന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഈ രീതിയിലാണ് ചപ്പാത്തി ഉണ്ടാക്കല്. അത് മറ്റേ സാധാ ചപ്പാത്തി അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ലത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഈ ഒരു വലിപ്പമേ ഉണ്ടാകാറുള്ളൂ. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് കണക്ക് പരത്തിയെടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം മാവെടുത്തിട്ട് ഇനി ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊടിയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്യാം. അതിന് ശേഷം പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇത് കണക്ക്. അതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഡാൽഡ നല്ല ടേസ്റ്റ് കേട്ടോ. അതുപോലെ 3ആയിട്ട് മടക്കുക. അതിനുശേഷം പൊടിയിൽ മുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിയാകാതിരിക്കുന്നതൊക്കെ നല്ലത്. അപ്പം നമ്മൾ ഇത്രയും പൊടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് റൗണ്ടോ കോണോ ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ പരത്തുമ്പോൾ ഇങ്ങനെ കോൺ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. എൻ്റെ മമ്മിയൊക്കെ പരത്തിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല റൗണ്ടായിട്ട് തന്നെ വരുന്നത്. ഇത് കണക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ പരത്തിയെടുക്കട്ടെ. ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ നൈസായിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത്. ഒരുപാട് ഇതുപോലെ ഇത്രയും കട്ടിയുണ്ട് കേട്ടോ. ഭയങ്കര നൈസൊന്നുമല്ല, നല്ല ചെറിയതായിട്ട് കട്ടിയുണ്ട്. ഞാനിപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ, നല്ലപോലെ. അപ്പോൾ നമുക്ക് കൈ വെച്ച് നോക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഇതൊന്ന് മറിച്ചിടുക. ഒരു സൈഡ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ മറിച്ചിടണം കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഉടനെ തന്നെ മറിച്ചിടാം. ഇതുണ്ടാക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുള്ളി ഇട്ടിട്ട് വേണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങുന്നുണ്ട് ഇത്. ഒരുപാട് നേരം ഇങ്ങനത്തെ ചപ്പാത്തി തവയിൽ വെച്ചിട്ട് ചുട്ടെടുക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോവും, ഭയങ്കര ഹാർഡായിപ്പോവും. അതുകൊണ്ട് നമ്മളിത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് തിരിച്ച് മറിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇത്രയും മുരിച്ചെടുക്കാറുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റാം. ഇത് കണക്ക്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് നല്ല ചൂടാട്ടോ. ഇത് കണ്ടോ, കണ്ടോ ഓരോ ലെയറായിട്ട് വന്നേക്കണ. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ ലെയർ വന്നേക്കുന്നതാണ്ടോ. ആ 3 ലെയർ, 3 അല്ല 4 ലെയർ ഉണ്ട്. 4 ലെയറാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഇങ്ങനെ വെച്ചിരുന്നാലും ഇതിപ്പോൾ ഞാൻ പകലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ, ഹാർഡായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും പറയും സ്പെഷ്യൽ ചപ്പാത്തി എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് സ്പെഷ്യൽ ചപ്പാത്തി അല്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കൂടുതലും ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പുള്ളിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അധികം കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്